ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് അടമാങ്ങ അച്ചാറാണ്. അപ്പോൾ കുറച്ച് മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറിട്ട് നോക്കിയാലോ. ഇതാണ് ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ. ഈ മാങ്ങ ഇട്ടാണ് നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കുന്നത്. ഈ ഒരു ബൗളിന് 1/4 ഭാഗത്തോളം മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതൊരു 10 അല്ലെ 15 മിനിറ്റോ ഒന്ന് കുതിർത്തെടുക്കണം. മാങ്ങ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു അളവിനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ അല്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിവതും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകും 1/2 സ്പൂണോളം ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വേണം ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തീ അല്പം കുറച്ച് വെച്ച് കൊടുക്കണം. അതായത് ഇത് നന്നായിട്ട് വഴറ്റി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്ലാതെ വേറെ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 സ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച സമയത്ത് ഉലുവ ഇട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് 1/4 സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങായുടെ ചേർത്ത് കൊടുക്കാനായിട്ട്. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മാങ്ങ കുതിർക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന വെള്ളമുണ്ട്, അതിൽ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഈ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിലെ ആ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണിത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാറാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ.